ഈ രണ്ടാമത്തെ പരാതി പോലീസിന് കൈമാറുന്നത് KPCC പ്രസിഡന്റ് തന്നെയല്ലേ. അപ്പോൾ അതിനകത്ത് വിചാരണ നടക്കുമ്പം പൂർണ്ണമായിട്ട് കാര്യങ്ങൾ വെളിച്ചത്ത് വരും. ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമായതുകൊണ്ട് ഈ ക്രിമിനലുകളെ പിന്താങ്ങിയാലാണ് വോട്ട് കിട്ടുക എന്ന് KPCC പ്രസിഡന്റ് വിചാരിച്ചോന്ന് അറിയില്ല. ഒരല്പം മനസാക്ഷിയുള്ളവരാരും ഈ ക്രിമിനലിസത്തിനെ പിന്താങ്ങില്ല. അത്രമാത്രം ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾ നേരിട്ടത്. അത് എല്ലാ കാര്യവും വെളിയിൽ വരും. എല്ലാ കാര്യവും ഇങ്ങനെ ഒളിപ്പിച്ച് എല്ലാ കാര്യവും കാലത്ത് നടക്കാൻ പറ്റില്ലല്ലോ. അതിജീവിതകൾക്ക് കൂടെ നിൽക്കേണ്ടുന്ന നമ്മുടെ നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ കോൺഗ്രസ്, UDF ആ പെൺകുട്ടികളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പ്രതികളുടെ കൂടെ നിൽക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുകയാണ്. എന്ത് മനോഭാവമാണെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും ഇങ്ങനെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ക്രിമിനൽ സ്വഭാവവും കൊണ്ട് നടക്കുന്ന ആളുകൾ പിടിയിൽ അകപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിൻ്റെ തെളിവുകളെല്ലാം പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തുമാത്രം ക്രൂരമായ അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ നടത്തിയത് എന്നത്. ഇതിൽ കോടതിയും ആ രീതിയിൽ തന്നെ ഈ രണ്ടാമത്തെ പരാതിയിൽ ഒരു ബലാത്സംഗത്തിന്റെ കാര്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല. ഈ പരാതി നൽകാൻ വൈകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ഇതുണ്ടോ എന്നൊക്കെ ഒരു സംശയം. ആരാണ് കോടതി എങ്ങനെ പറഞ്ഞു എന്ന് ആരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായിട്ടും തെളിവെടുപ്പ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ പരാതിയിലുള്ള പൂർണ്ണമായ തെളിവെടുപ്പ് കഴിയുന്നതിന് മുമ്പേ കോടതി അങ്ങനെ ഒരു അഭിപ്രായം പറയുമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എങ്ങനെയാണ് ഈ കോടതി ഈ കാര്യങ്ങൾ പുറത്തു വരിക, കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ? അതുകൊണ്ട് അതിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ആ പരാതിയിലും അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നേരിട്ടത് എന്ന കാര്യം പുറത്തു വരാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാര്, വനിതാ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി? അതിനെന്താ സംശയം? ഈ കേരളത്തിലെ സ്ത്രീ സമൂഹം ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കൂടെയാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ പെൺകുട്ടികളുണ്ട്. നമ്മുടെ എല്ലാം വീട്ടിൽ സഹോദരിമാരും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, അല്പം മനസാക്ഷിയുള്ള പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ സമൂഹം അതിക്രമികൾക്കെതിരെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും തോന്നുന്നില്ല.